അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പോൾ രാവിലെ സമയം 5 മണി ആയിട്ടില്ല, ഞാൻ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഇന്ന് അമ്മൂൻ്റെ പിറന്നാളാട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ദോശ ഉണ്ടാക്കണേ. അവിയലായിട്ടോ, സദ്യ വെച്ചാൽ തേങ്ങായിട്ടൊന്നും കഴിക്കുന്നില്ല. സാമ്പാറും സാമ്പാറും ഉപ്പേരി പപ്പടം അവിയൽ, പിന്നെ ഇങ്ങനെ പെഴുക്കി കയ്പ്പയ്ക്കും പയറും കൂടെ കഷ്ണമാക്കി സാമ്പാർ കേട്ടോ. സാമ്പാറിന് ആ കഷ്ണങ്ങളൊക്കെ ഒന്നിരിക്കുകയാണ്. അവിയലായിട്ടുണ്ട്, അവിയല നേരത്തെ ചോറ് പുറത്തടുപ്പത്താണ് ചോറ് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാകുന്ന അമ്മോട് ഉണ്ടാവില്ല, എക്സാമാണ്, ഡിഗ്രിയിലെ എക്സാം തുടങ്ങിയില്ലേ. അത് പിന്നെ വൈകിട്ട് 6 മണിക്കാകുമ്പോൾ വരാൻ, 10 മണിക്കാകുമ്പോൾ അവിടെ പോകും. ഞാനാണെങ്കിൽ 6:40 ബസ്സിന് പോകുകയും ചെയ്യും കേട്ടോ. രാജേൻ്റെ പണിയിട്ട് എല്ലാവരും പോകും. അപ്പോൾ സ്കൂളിൽ പോകും, പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ വൈകിട്ട് ചെറിയൊരു കേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ അവിടെ കൂട്ടുകാർ വരുമ്പോൾ അറിയില്ല കേട്ടോ. അപ്പോൾ സമയം ആയിരിക്കുക, അപ്പോഴേക്കും വേഗം ദോശ കൂടെ ഉണ്ടാക്കിയാൽ. ചോറ് ഇവിടെ പുറത്താണ്, നേരം വെളിച്ചേ ഉള്ളൂ. ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ടോ, നേരം വെളിച്ചേ വരുന്നേ ഉള്ളൂ. ഇതിന് കോഴിയൊക്കെയുള്ള ചോറ് കുറച്ച് ഞാൻ പുറത്തേക്ക് വെച്ചെന്ന്, ചോറാവണേ നല്ല കാണില്ല. നല്ല വേവുള്ള അരിയാണ് അത് ഇട്ടുന്നത്. ഇനി ഞാൻ വൈകിട്ടത് കാണിക്കാം കേട്ടോ. കേക്ക് പഠിക്കണം, ചെറിയൊരു കേക്ക് പറഞ്ഞു. പിന്നെ തറവാട്ടിൽ അങ്ങനെ ആരോടൊന്നും പറയണമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമാണ് വല്ലാണ്ട്, അപ്പോഴേക്കും നാത്തൂര് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു കേട്ടോ. ഇപ്രാവശ്യം എന്താ വെച്ചിട്ടാ നമ്മളെങ്ങനെ നമ്മളെ അച്ഛനമ്മ ഉള്ളപ്പോഴല്ലേ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നും വേണ്ട എന്നവൾ തന്നെ പറഞ്ഞിട്ടോ, ഒന്നും വേണ്ട. അതിൻ്റെ ഒന്നാമത് എക്സാമിൻ്റെ ചൂടാണ്, അതനുസരിച്ച് ഒരു ദിവസം പോലും അവർക്ക് ലീവില്ല, എന്നും ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെ ഉണ്ടായിരുന്നു, വരുമ്പോഴേക്കും തന്നെ 6 മണിയാവും. പിന്നെ അപ്പോഴേക്കും പഠിക്കാൻ കുറേ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും വേണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടോ, ഇപ്പം അമ്പലത്തിൽ പോയിട്ട് എന്തായാലും ഇപ്പോൾ മിനിയാന്ന് ഇപ്പോൾ രാജേട്ടൻ്റെ പിറന്നാളായിരുന്നു. അന്ന് അമ്പലത്തിൽ പോയി, രാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മൂൻ്റെ പേരിലേക്ക് പിന്നെ ശിവന് ധാര കഴിപ്പിക്കില്ലേ, ധാര കഴിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് പോയത്. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ വഴിപാടുകൾ ചെയ്യും, അതൊക്കെ തന്നെ. അത് നമുക്ക് ഏറെ വേണ്ടത്. പിന്നെ രാജേട്ടൻ്റെ പറഞ്ഞാൽ നമുക്ക് അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ അവർക്ക് അങ്ങനെ അതൊന്നുമില്ല, അല്ലെങ്കിൽ അച്ഛന്മാരങ്ങനെയല്ലേ. ഇവിടെ മക്കളെ എൻ്റെ പിറന്നാളിനും അമ്പലത്തിലൊക്കെ പോയിട്ടോ. പിന്നെ കൂടുതലായിട്ടൊന്നും കഴിക്കാനൊന്നും കഴിക്കില്ല. കുട്ടികളാകുമ്പോൾ നമ്മളില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് സമയം 6:40 എനിക്ക് ബസ് ഇപ്പോൾ വരും. അപ്പോഴേക്കും ഞാൻ രാജേനുള്ള ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാണ്, അപ്പം ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോസിനുള്ള ചോറാക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ആക്കിയിട്ടില്ല. വെള്ളം ചൂടാണ്, അപ്പം ചൂടാക്കി വെച്ചിട്ടുണ്ട്. രാവിലത്തെ നല്ല മഴയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടാണ്. അപ്പം ഉണ്ടല്ലോ സമയം 6:15 വൈകിട്ട് വിളക്കൊക്കെ വെച്ചോ. അമ്മ വന്നിട്ടില്ല, കോളേജ് ഉണ്ട്, അവിടുന്ന് ബ്ലോക്കാണ്. അങ്ങാടിപ്പുറത്ത് നല്ല ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പുറം നടന്നു വന്നില്ലേ. അപ്പോൾ ഇവിടെ 2 കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ അവരോട് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവിടുന്ന് രാജാവിന് കുന്നക്കായ്ക്ക് പോകുമ്പോൾ ഒരാൾ കുന്നക്കാവാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കാനുണ്ടേ. കുട്ടികൾക്ക് സന്തോഷമാവുമല്ലോ, അവരവരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ. നമ്മൾ എത്ര കുടുംബക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട്സാണുണ്ടെങ്കിൽ അവർക്ക് വേറൊരു സന്തോഷമാവും. രാജേട്ടൻ പണി മാറ്റി വന്നപ്പോഴേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ കേക്കാണ് കേട്ടോ, എന്നാലും നമുക്ക് സന്തോഷത്തിന്. ഏതാണെന്ന് പറയുമോ, ബ്ലാക്കാണ് കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ. പൊട്ടിക്കുമോ മുറിക്കൊക്കെ നേരാകുമ്പോഴേക്ക് ക്ഷമ കാരണം ഇതല്ല എഴുതിയത്.
ഹാപ്പി ബർത്ത്ഡേ അമൃത. അമൃത എന്ന് പറഞ്ഞ പേര് ഞാൻ അമ്മ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ തന്നെ വെക്കാം. നമുക്കേ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലെടുത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ, കൂടുതൽ സമയം വെക്കാനും പറ്റില്ല. പിന്നെ ഒന്നാമത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് പിന്നെ വല്ലാണ്ട് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മെൽറ്റാവില്ല. എന്തായാലും വരാറാണ്. പെരിന്തൽമണ്ണ അവിടെ നിന്ന് ഒരു ബസ് കയറി പോകുന്നുണ്ട്. അപ്പം ഇനി വന്നിട്ട് നമുക്ക് മക്കൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് ചോറ്, രാവിലെ 10 മണിക്ക് പോയതല്ലേ, അപ്പം ഇനി കുറച്ച് ചോറ് കൊടുക്കുക ആദ്യം, എന്നിട്ട് പിന്നെ ഇത് മുറിക്കും. അപ്പം അമ്മ കുട്ടികളെ വന്നിട്ട് കേട്ടോ, അവരെ വിശന്നിട്ടാണ് വന്നത്. അപ്പം ഞാൻ വേഗം ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് വേണം കേക്ക് മുറിക്കാൻ. Happy birthday to you. Happy birthday to you. ഞാൻ പറയുന്നില്ല, ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. Happy birthday to you. കൊടുക്ക് നിക്ക്. നന്ദനിക്ക് കൊടുക്ക്. നന്ദനിക്ക് എടുത്തോ? ഈ കൊടുക്ക്. അച്ഛന് കൊടുക്ക്. അച്ഛന് കൊടുക്ക്. അച്ഛൻ കൊടുക്കും. പറയാം മക്കളെന്താ വെച്ചിട്ടാ ഡ്രസ്സ് യൂണിഫോം തന്നെ കേട്ടോ. കാരണം ഇപ്പൊ അവർക്കൊക്കെ വീട്ടിൽ പോകണം, വീട്ടിൽ കൊണ്ടാക്കണം. അപ്പൊ ഇനി ഓളും മാറ്റിയില്ല ഡ്രസ്സൊന്നും. നേരം മെഴുകണ്ടാച്ചിട്ടേ മേലെഴുകാനൊക്കെ നിൽക്കുമ്പോഴേക്കും നേരം മെഴുകും. കേക്ക് ഉണ്ടല്ലോ ചെറുതായിട്ട് മെൽറ്റായിട്ട് തുടങ്ങിയില്ലേ, അത് ആ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഇതായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ. എന്നാലും പ്രാവശ്യത്തെ പിറന്നാൾ അങ്ങനെ കഴിഞ്ഞു. വലിയ ഘോഷമല്ല. തറവാട്ടിലേക്കൊന്നും പോയിട്ടില്ല, ആരോടും അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടില്ല. ഇവരെ മാത്രം, ഇവര് കോളേജിൽ അത്രയും ഇതുള്ള കുട്ടികളെ വെച്ചിട്ടേ വരുമ്പോൾ വിളിച്ചതാ. രാവിലെ ഇതുപോലെ രാജേട്ടൻ അമ്മ കൂടെ പോയി അമ്പലത്തിൽ പോയി വഴിപാട കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരെ കുറച്ച് കൊണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടത്, ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.